പ്രൈസ് ദ ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായം 18-ാം വാക്യം, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കുകയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് സഹായിപ്പാൻ കഴിവുള്ളവൻ. എന്തിന് സഹായിപ്പാൻ? പരീക്ഷ അനുഭവിക്കുന്നവരെ സഹായിപ്പാൻ അവൻ മതിയായവനത്രേ. ഈ ഒരു വാക്യം വായിക്കുമ്പോൾ ഇതിനകത്തുകൂടെ പരിശുദ്ധാത്മാവ് 3 കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന്, നമ്മുടെ കർത്താവ് ഹല്ലേലൂയ സകലത്തിലും നമ്മെപ്പോലെ പരീക്ഷ അനുഭവിച്ചവനാ. അവൻ പരീക്ഷ അനുഭവിച്ച് അവൻ കഷ്ടതയിലൂടെ കടന്നുപോയി. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് ഇതൊന്നും അറിയാത്ത ദൈവമല്ല. അവൻ പരീക്ഷിക്കപ്പെട്ട ദൈവമത്രേ. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. 40 നാൾ ഉപവസിച്ച് കഴിഞ്ഞ ശേഷം പിശാച് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. അപ്പം കാണിച്ച് ലോക മഹത്വം കാണിച്ച് ദൈവത്തെ പരീക്ഷിപ്പാൻ ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നിന്ന് ചാടുവാൻ കൽപ്പിച്ച് അങ്ങനെ പലതും കാണിച്ച് യേശുവിനെ പരീക്ഷിച്ചു. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, അങ്ങനെ പിശാചിൻ്റെ സകല തന്ത്രവും യേശുവിനെതിരെ പ്രയോഗിച്ചു. യേശുവിനെ നോക്ക്, പരസ്യ ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വന്നു. ഒത്തിരി നിന്ദയിലൂടെ കടന്നു പോകേണ്ടതായി വന്നു. സ്വന്തം സഹോദരന്മാർ പോലും അവന് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. ലോകക്കാർ അവനെ നോക്കി അവൻ വേശ്യാപുത്രൻ എന്ന് വിളിച്ചു. ഹല്ലേലൂയ. തൻ്റെ നന്മ അനുഭവിച്ചവൻ, തൻ്റെ പിന്നാലെ വന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവർ യേശുവിനെ തള്ളിപ്പറഞ്ഞു. യേശുവിനെ ക്രൂശിക്ക എന്ന് നിലവിളിച്ചു. ഹല്ലേലൂയ. എല്ലാ നന്മയും അനുഭവിച്ചിട്ടും അവർ യേശുവിനെ കൈവിട്ടു. യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യൻ പോലും 30 വെള്ളിക്കാശിന് അവനെ ഒറ്റിക്കൊടുത്തു. ജീവിതത്തിൽ ഏറ്റവും വലിയ നിന്ദ, തിരസ്കരണം, കഷ്ടത യേശു അനുഭവിച്ചു. പ്രിയരെ, ഇന്ന് പകൽക്കാലവും നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത അവന് നന്നായിട്ടറിയാം എന്താ നിന്ദയെന്ന്, എന്താ വേദനയെന്ന്, എന്താ രോഗമെന്ന്. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനത്രേ നമ്മുടെ കർത്താവ്. അതുകൊണ്ട് നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവം ജഡത്തിൽ ഈ ഭൂമിയിൽ വെളിപ്പെട്ടപ്പോൾ അവൻ ഹല്ലേലൂയ നമ്മെപ്പോലെ സകലത്തിലും കടന്നുപോയി. പാപമൊഴികെ സകലത്തിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു എന്ന വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. 1, ദൈവം നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവൻ. 2, പരീക്ഷകൾ ലോകത്തിൽ സാധാരണമത്രേ. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 10:13 പറയുന്നത്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ ദൈവം നിങ്ങൾക്ക് വരുവാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത ഒരു പരീക്ഷയും നിങ്ങൾക്ക് വന്നിട്ടില്ലല്ലോ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ മനുഷ്യർക്ക് ഇത് നടപ്പുള്ള കാര്യമാണ്. ഒരുപക്ഷെ ഈ ലോകത്തിൻ്റെ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും ഒരുപക്ഷെ കുറ്റം പറയുന്നവർ കാണും, എതിര് പറയുന്നവർ കാണും. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലൂടെ ചിലപ്പോൾ കടന്നു പോകേണ്ടതായിട്ട് വരും. ജീവിത ഭാരങ്ങൾ ഒരുപക്ഷെ വന്നെന്ന് വരും. ഇത് സാധാരണ കാര്യമത്രേ. ഇത് സാധാരണ മനുഷ്യർക്ക് നടപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് വേദപുസ്തകം ഇത് പറയുമ്പോൾ തന്നെ നാം ഓർക്കണം, അല്ലെങ്കിൽ ഒരുപക്ഷെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വന്നെന്നിരിക്കാം. എന്നാൽ അതിൻ്റെ നടുവിൽ ഹല്ലേലൂയ 3-ാമത്തെ പോയിന്റ് പരിശുദ്ധാത്മാവ് പറയുന്നത് അതാ, അവൻ സഹായിപ്പാൻ കഴിവുള്ളവനാ. മനുഷ്യർക്ക് ശരിയാ, ഇത് നടപ്പുള്ള കാര്യമാണ്. മനുഷ്യർക്ക് ഹല്ലേലൂയ ഇങ്ങനത്തെ നിന്ദകൾ നടപ്പുള്ളതാ, അത് സാധാരണമാണ്. കൂടെ നിൽക്കുന്നവർ പോലും ഒരുപക്ഷെ എതിര് പറഞ്ഞെന്ന് വരാം, കുടുംബക്കാർ തള്ളിപ്പറഞ്ഞെന്ന് വരാം, എതിര് പറഞ്ഞെന്ന് വരാം. എന്നാൽ ഭയപ്പെടേണ്ട, ലജ്ജിച്ചു പോകേണ്ട. നിന്നെ മാനിക്കുന്ന ദൈവം നിൻ്റെ കൂടെയുണ്ട്. അവൻ സഹായിപ്പാൻ മതിയായ ദൈവമത്രേ. അപ്പാ എന്ന് നിലവിളിക്കുമ്പോൾ പ്രിയരെ, നിങ്ങളെ സഹായിപ്പാൻ അവൻ മതിയായ ദൈവമാണ്. അതുകൊണ്ടാണ് അവൻ പാപമൊഴികെ സകലത്തിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടത്. യേശുവേ, എന്നെ രക്ഷിക്കണമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ ആവശ്യം അറിയണമേ എന്ന് നിങ്ങൾ നിലവിളിക്കുമ്പോൾ തന്നെ ചെവി പൊത്തിക്കളയത്തില്ല. ഹല്ലേലൂയ. അവന് നന്നായിട്ടറിയാം നിന്ദ എന്തെന്ന്, ഒറ്റപ്പെടുത്തൽ എന്തെന്ന്, തിരസ്കരണം എന്തെന്ന്, വേദന എന്തെന്ന് എൻ്റെ യേശു അപ്പായിക്ക് നന്നായിട്ടറിയാം. പ്രിയരെ, അതുകൊണ്ട് ഭയപ്പെടേണ്ട. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് മറ്റാരോടും പറയാൻ കഴിയാത്ത, മറ്റാരോടും വിവരിച്ച് ഹല്ലേലൂയ മനസ്സിലാക്കാൻ കഴിയാത്ത ജീവിത ഭാരങ്ങളിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ ആ പ്രയാസത്തെ, ആ രോഗത്തെ, ആ ആവശ്യത്തെ
പരിഹരിപ്പാൻ യേശുവിന് നന്നായിട്ടറിയാം. വിശപ്പിൻ്റെ വില യേശുവിനറിയാം. കണ്ണുനീരിൻ്റെ വില യേശുവിനറിയാം. ഹല്ലേലൂയ. ഭാരം ചുമക്കുന്നതിൻ്റെ ഹല്ലേലൂയ പ്രയാസം യേശുവിന് നന്നായിട്ടറിയാം. മനുഷ്യരെല്ലാം കളിയാക്കുമ്പോൾ, ആരും കൂടെ ഇല്ലാതെ ഇരിക്കുമ്പോൾ ആ ജീവിതത്തിൻ്റെ ആ നിന്നയെ യേശുവിന് നന്നായിട്ടറിയാം. യേശു തന്നെ പിതാവിനോട് ചോദിച്ചു, അപ്പാ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് എടുത്ത് മാറ്റണം. ഹല്ലേലൂയ. ക്രൂശിനെ ചുമന്നുകൊണ്ട് ക്രൂശിൽ അതിവേദനയോടെ ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് വിളിച്ച് നിലവിളിച്ച്, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്ന് ഉറക്കം നിലവിളിച്ച കർത്താവിന് വേദനയുടെ ആധിക്യവും നന്നായിട്ടറിയാം. പ്രിയരെ, അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവ് സഹായിപ്പാൻ കഴിവുള്ളവനാ. അവൻ നിലവിളി കേൾക്കുന്ന ദൈവമാ. ഇന്ന് പകൽക്കാലം ഏറ്റവും വലിയ സന്തോഷ വാർത്ത അതാ. കർത്താവിന് നിന്നെ സഹായിപ്പാൻ കഴിയും. ആർക്കും സഹായിപ്പാൻ കഴിയാത്ത വിഷയമാണോ, ആരും തുണയില്ലാത്ത വിഷയമാണോ, യേശുവിൻ്റെ അടുക്കലേക്ക് വന്നാട്ട് ഹല്ലേലൂയ, അവൻ നിന്നെ സഹായിക്കും. അവൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഒരു നാളും അവൻ തള്ളിക്കളയത്തില്ല. പാട്ടുകാരൻ പറയുന്നത് പോലെ വീഴുന്നത് തീയിലല്ല, യേശുവിൻ്റെ കരത്തില. നടക്കുന്നത് യേശുവിൻ്റെ കരത്തില. നീ യേശുവിൻ്റെ കരത്തില. ബ്രദർ സിസ്റ്റർ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു, നിന്നെ സഹായിപ്പാൻ കഴിവുള്ളവൻ, അവൻ്റെ കരം കുറുകാത്ത കരമുള്ളവൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും നിലവിളി കേൾക്കുന്നവനാ, പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാ. അവൻ നല്ലവൻ, വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നിങ്ങളെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.